എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ITI ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം റെയിൽവേയിൽ 17,000-ഓളം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത്. അതിൽ ഓൾറെഡി 11,000 ഒഴിവുകളിലേക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനി 6,000 ചില്ലാൻ ഒഴിവുകളുമായിട്ട് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമും വരുന്നുണ്ട്. ഇതിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ITI ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 6,242 ഒഴിവുകളായിട്ടാണ് ഇത്തവണത്തെ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നോട്ടിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എന്തുകൊണ്ടാണ് ഇത് ITI-കാർക്ക് വലിയൊരു അവസരമായിട്ട് മാറുന്നത്? പല കുട്ടികളും ഈ അവസരം മനസ്സിലാക്കാതെ, കാണാതെ, പ്രിപ്പയർ ചെയ്യാതെ പോകുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ വർഷം ഈ അവസരം കളയരുത്. എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. 17,000-ൽ പരം ഒഴിവുകളുള്ള 2 മേജർ റിക്രൂട്ട്മെന്റ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം 2026 11,127 ഒഴിവുകളാണ്. 15 ITI ട്രേഡുകൾക്കാണ് ഈ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. 15ഓളം വരുന്ന ITI ട്രേഡുകൾക്കാണ് ALP എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഏതൊക്കെയാണ് ട്രേഡ് എന്നുള്ളത് ഓൾറെഡി ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അധികം താമസിയാതെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഏകദേശം 50,000-ഓളം സാലറി സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന ഒരു ജോലിയാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം എന്ന് പറയുന്നത്. ലെവൽ 2 തസ്തികയാണ്. ഇതേ ലെവൽ 2 തസ്തികയിൽ വരുന്നൊരു ജോലിയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം. 6,242 ഒഴിവുകളാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് ഈ വർഷം വിളിച്ചിട്ടുള്ളത്. ഈ 6,242 ഒഴിവുകളിൽ 49 ITI ട്രേഡുകൾ എലിജിബിൾ ആണ്. ആസ് പെർ 2025 നോട്ടിഫിക്കേഷൻ ആണ് ഞാൻ പറയുന്നത്. ഈ വർഷം ഏതൊക്കെ ITI ട്രേഡുകളാണ് എക്സാക്ട്ലി എന്നുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത്. 2025 പ്രകാരം നിങ്ങൾക്ക് 49ഓളം വരുന്ന ITI ട്രേഡുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ഈ വർഷത്തെ ഒഴിവാണ് 6,242. കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്യാൻ പറ്റിയ ട്രേഡുകളുടെ എണ്ണമാണ് 49 ITI ട്രേഡുകൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഏകദേശം അത്രത്തോളം തന്നെ ട്രേഡുകൾക്ക് ഈ വർഷം അപ്ലൈ ചെയ്യാൻ പറ്റേണ്ടതാണ്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആകുമ്പോൾ സാലറിയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. 40K to 50K ഇതിനിടയിലായിരിക്കും ഇവരുടെ ഒരു സാലറി വരുന്നുണ്ടായിരിക്കാം. ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മച്ച് വൈഡർ ഓപ്പർച്യൂണിറ്റി. ഇവിടെ 15 ട്രേഡുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ 49ഓളം, അതായത് 40-ൽ പരം ITI ട്രേഡുകൾ എലിജിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പം അത്രയും സാധ്യത അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി എന്തുകൊണ്ടാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ALP-യേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവസരം കൂടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രേഡ് എക്സ്പാൻഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15 ട്രേഡുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ 49 ട്രേഡുകളായിട്ട് ടെക്നീഷ്യൻ ഗ്രേഡ് 3യിൽ മാറി. മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു എക്സ്പാൻഷൻ, മെഡിക്കൽ സ്റ്റാൻഡേർഡിന്റെ കാര്യത്തിലുള്ള ഒരു എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ALP-ക്ക് A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. A1 മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ALP-യുടെ വീഡിയോസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് പ്രത്യേകത എന്താണ്? നിങ്ങളുടെ ഐസൈറ്റ് പക്കയായിരിക്കണം, നിങ്ങളുടെ കണ്ണിന് 6/6 വിഷൻ വേണം, കണ്ണട ഉപയോഗിക്കുന്നവർക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ മെഡിക്കലി നിങ്ങൾ എല്ലാ ആസ്പെക്റ്റിലും ഫിറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. നിങ്ങൾക്ക് ഫ്ലാറ്റ് ഫുട്ട് പറ്റില്ല, നോക്ക് നീ പറ്റില്ല, ഷുഗർ പറ്റില്ല, BP പറ്റില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ. നേരെ മറിച്ച് ടെക്നീഷ്യൻ ഗ്രേഡ് 3ലേക്ക് വരുമ്പോൾ ALP-യെ പോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡുള്ള പോസ്റ്റുകളും എന്നാൽ അങ്ങേയറ്റം റിലാക്സേഷനുള്ള, മെഡിക്കലി റിലാക്സ്ഡ് ആയിട്ടുള്ള C കാറ്റഗറിയിൽ വരുന്ന പോസ്റ്റുകൾ നമുക്ക് എവിടെ കാണാനായിട്ട് പറ്റും? ടെക്നീഷ്യൻ ഗ്രേഡ് 3യിൽ കാണാനായിട്ട് പറ്റും. കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം 49 ITI ട്രേഡുകാർക്ക് 30ഓളം വരുന്ന പോസ്റ്റുകളിലേക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. എത്രയാണ്? 49ഓളം വരുന്ന ITI ട്രേഡുകാർക്ക് 30ഓളം പോസ്റ്റുകളിലേക്ക് കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ റിലാക്സേഷനുള്ള ഒരുപാട് പോസ്റ്റുകൾ ITI ഈ പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിന് ഉണ്ട് എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. സോ മോർ സ്റ്റുഡൻസ് മേ ബിക്കം എലിജിബിൾ, മച്ച് ബ്രോഡർ ITI എലിജിബിലിറ്റി. അതാണ് ഇതിലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ALP-യേക്കാൾ കുറച്ചുകൂടെ സാധ്യത കൂടുതലാവാൻ കാരണം. ഓക്കെ, ഇനി ALP-യിൽ അവസരം ലഭിക്കാത്ത പലർക്കും ടെക്നീഷ്യൻ ഗ്രേഡ് 3യിൽ പുതിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ALP-യിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന 15 ട്രേഡിൽ നിങ്ങൾ പഠിച്ച ട്രേഡ് ഉണ്ടാവണം നിർബന്ധമില്ല. ചിലപ്പോൾ പലരും നിങ്ങൾ കണ്ണട ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും പ്രശ്നം വന്നേക്കാം. പക്ഷെ അതൊന്നും എവിടെ ഇല്ല, ഈ പറയുന്ന പോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3യിൽ ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ALP-യിൽ അവസരം ലഭിക്കാത്ത പലർക്കും ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ആകാനുള്ള സാധ്യതയുണ്ട്. ഇനി ആരാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 സീരിയസ്ലി നോക്കേണ്ടത്? ആരാണ്? ഒന്ന്, ALP ട്രേഡ് ഇല്ലാത്ത ആളുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15 ട്രേഡിനകത്ത് വരാതിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അടുത്ത എന്താണ്? സ്ട്രിക്റ്റ് മെഡിക്കൽ കാരണം ടെൻഷൻ ഉള്ളവർ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ A1 ആണ്, അപ്പോൾ കണ്ണട ഉപയോഗിക്കുന്ന ആളുകളാണ്,
നിങ്ങൾക്ക് അപ്പോൾ ALP എന്തായാലും അപ്ലൈ ചെയ്യുമ്പോൾ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഒരു ബെറ്റർ ഓപ്ഷനാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് കമ്പാരിറ്റീവ്ലി റിലാക്സ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഉണ്ടാവും. 30ഓളം പോസ്റ്റുകളാണ് കഴിഞ്ഞ വർഷത്തേക്ക് വിളിച്ചത്. അപ്പോൾ ഈ വർഷം ഈ പറഞ്ഞ പോലെ അത്രയും തന്നെ പോസ്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ, കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഒഴിവ് ആക്ച്വലി കൂടിയിരിക്കുകയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക്. അപ്പോൾ പോസ്റ്റുകളുടെ എണ്ണത്തിൽ ഈ പറഞ്ഞ പോലെ 30ഓളം പോസ്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിക്കൽ സ്റ്റാൻഡേർഡ് പ്രകാരം റിലാക്സ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് 3 സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നന്നായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. റെയിൽവേയിൽ ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ ജോബ്സ് ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ടെക്നീഷ്യൻ ഗ്രേഡ് 3യിൽ നിന്നും പ്രൊമോഷൻ ആയിട്ട് പോകുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 2, ടെക്നീഷ്യൻ ഗ്രേഡ് 1, ജൂനിയർ എഞ്ചിനീയർ, ആ രീതിയിലാണ് പ്രൊമോഷൻ വരുന്നത്. അപ്പോൾ പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ടെക്നിക്കൽ ജോലി താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഒരു ഏറ്റവും ആദ്യത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തിനെ കാണാം, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 പലർക്കും ALPയേക്കാൾ പ്രാക്ടിക്കലായിട്ട് ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഒരു പോസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ടെക്നിക്കൽ ജോലിയാണ് റെയിൽവേയിൽ നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, പ്രൊമോഷൻ സാധ്യത കൂടുതലുള്ള ഒരു പോസ്റ്റും കൂടെയാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിനെ കണക്കൂട്ടാവുന്നതാണ്. ഇനി ഈ കാണുന്നതാണ് നമ്മുടെ ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 15 ട്രേഡുകൾ. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ NCVT, SCVT സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന 15 ട്രേഡുകാർക്ക് എന്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഈ 15 ട്രേഡുകാർക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ITIക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നേരെ മറിച്ച് ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ITI ട്രേഡുകളാണ് ഈ കാണുന്നത്. ഇത്രയും ITI ട്രേഡ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്രയും ഈ പറയുന്ന 9 ട്രേഡുകാർ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ട്രേഡിനകത്ത് ഉണ്ടോ എന്നുള്ളത് നോക്കുക, ഉറപ്പുവരുത്തുക. കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളത് ഈ 22 ട്രേഡുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള 22 ട്രേഡുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓട്ടോമൊബൈൽ ഡീസൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇത്രയും ട്രേഡുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഏറ്റവും കൂടുതലുള്ള പോസ്റ്റാണ് ഈ വെൽഡറൊക്കെ. നമ്മുടെ നാട്ടിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ട്രേഡാണ്. ഈ വെൽഡർ എന്ന് പറയുന്ന പോസ്റ്റ് എവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല, നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിനായിട്ട് കാണാനായിട്ട് പറ്റില്ല. അപ്പം നമ്മുടെ നാട്ടിൽ ITI ട്രേഡുകളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എടുക്കുന്ന ഒരു ട്രേഡാണ് ഈ പറഞ്ഞ വെൽഡർ. അപ്പോൾ വെൽഡർ ട്രേഡ് നിങ്ങൾക്ക് എവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3യിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വെൽഡർ ട്രേഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇനി ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ക്രെയിൻ ആൻഡ് ഹെവി എക്യുപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഫൗണ്ടറി ഓർ ബ്ലാക്ക് സ്മിത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഫൈനലി ടെക്സ്റ്റൈൽ ഓർ ടൈലറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളും ITI ട്രേഡുകളും നിങ്ങൾക്ക് എവിടെ പറ്റും, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെല്ലാം കൂടെ കണക്കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം 49 ITI ട്രേഡുകളുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഈ 49ഓളം ട്രേഡുകളിലേക്കാണ് നമുക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 കഴിഞ്ഞ 2025 നോട്ടിഫിക്കേഷൻ ഇട്ട് വിളിച്ചത്. ഏകദേശം അത്രത്തോളം തന്നെ ട്രേഡുകൾ ഈ വർഷം എലിജിബിൾ ആവേണ്ടതാണ്. 6242 ഒഴിവുകൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് ഉണ്ട് എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഈ എക്സാം നടത്തുന്നത്. അതിന്റെ സാലറി ആനുകൂല്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ വീണ്ടും എടുത്തു പറയുന്നില്ല. ഈ പറഞ്ഞ പോലെ 40,000-ൽ പരം സാലറിയും അത് അലവൻസുകളും പോസ്റ്റിങ്ങുകളെല്ലാം അനുസരിച്ച് മാറുന്ന രീതിയിൽ സാലറി പാക്കേജ് ഒക്കെ ഉള്ളതാണ്. ലോങ് ടേം സ്റ്റെബിലിറ്റി, പ്രൊമോഷൻ, ബെനിഫിറ്റ്, പെൻഷൻ സ്ട്രക്ചർ ഇതെല്ലാം കിട്ടുന്ന ഒരു ജോലിയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ITI കഴിഞ്ഞ ശേഷം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കരിയർ അന്വേഷിക്കുന്ന പലർക്കും ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള PSCയിൽ ഇപ്പോൾ ഒരു ITI ലെവൽ പോസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ മത്സരിക്കുന്ന ബിടെക്കാരും ഡിപ്ലോമക്കാരും MTechക്കാരൊക്കെ ഉണ്ടായിരിക്കും. ടെക്നീഷ്യൻ ഗ്രേഡ് 3യിൽ ITI നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് ബിടെക്കോ ഡിപ്ലോമ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് 3ലെ പോസ്റ്റുകൾ കയറി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് എന്ത് വേണം, നിർബന്ധമായിട്ടും ITI വേണം. അപ്പോൾ NCVT, SCVT സർട്ടിഫിക്കേഷനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ 49ഓളം ട്രേഡുകളിലെ ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാമാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3. അതിന് ഓൾറെഡി ഇതിനോടകം തന്നെ ഞാൻ കാരണങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ITI സ്റ്റുഡൻസിന്റെ റെയിൽവേയിലുള്ള അവസരങ്ങളെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ട്രേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന എത്രത്തോളം അവസരങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഫിറ്റർ ട്രേഡിലുള്ള ആളാണ്, നിങ്ങളുടെ അവസരം എത്രത്തോളമാണ്. നിങ്ങൾ വെൽഡർ ട്രേഡിലുള്ള ആളാണ്, നിങ്ങളുടെ അവസരം എത്രത്തോളമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റി കുട്ടികൾക്ക് സംശയം ഉണ്ടായിരിക്കും അല്ലെ. A1 മെഡിക്കൽ എന്താണ്, B1 എന്താണ്, C1 എന്താണ്, A2 എന്താണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും.
അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമും ടെക്നീഷ്യൻ എക്സാമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഏതായിരിക്കും നിങ്ങളുടെ ട്രേഡ് വെച്ചിട്ട് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് നിങ്ങളുടെ ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് ഏതായിരിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ നമ്മൾ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും, ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്ത് ഓഫീസ് മുഖാന്തരം നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് നമ്മുടെ അടുത്ത് ചോദിക്കാവുന്നതാണ്. ഒരുപാട് കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലൊരു ഡിസ്കഷൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ഒരു വെബിനാർ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണ്, നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണ്, നിങ്ങൾക്ക് അത്തരത്തിൽ കൺസേൺസ് ഉണ്ട്, ഡൗട്ടുകളുണ്ട്, നിങ്ങൾക്ക് ഡൗട്ടുകൾ ഈ പറഞ്ഞ പോലെ തീർക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. നമ്മൾ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ പ്ലാൻ അല്ലെങ്കിൽ ഒരു വെബിനാർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത് നല്ലൊരു അവസരമാണ് ഐ ടി ഐക്കാരെ സംബന്ധിച്ചിടത്തോളം. 17,000 ഒഴിവുകളാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം അപ്ലൈ ചെയ്യാത്ത കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞ 15 ട്രേഡുകളിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ടെക്നീഷ്യൻ ഗ്രേഡ് 3 അതിൻ്റെ പുറകെ വരുന്ന ഒരു പരീക്ഷയാണ്. ജൂൺ 30 അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും ഐ ടി ഐക്കാർക്ക് പറ്റുന്നൊരു അവസരമാണ്. ഈ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ കൃത്യമായിട്ട് ഉപയോഗിച്ച് പഠിച്ച് ഈ വർഷം തന്നെ റെയിൽവേയിൽ ഒരു ജോലി നേടാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.